അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1345 സൂറത്ത് യൂനുസ് 83 മുതൽ 89 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فما آمن لموسى إلا ذرية من قومه على خوف من فرعون وملئهم أن يفتنهم وإن فرعون لعال في الأرض وإنه لمن المسرفين. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. فما آمن لموسى. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചില്ല ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി, തന്റെ ജനതയിൽ നിന്നുള്ള കുറഞ്ഞ ആളുകളല്ലാതെ. അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം, അത് തന്നെ ഫറോവയിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നുമുള്ള ഭയത്തോടുകൂടെ അല്ലാതെ വിശ്വസിച്ചില്ല. അയ്യഫ്തിനഹും, ആ ഫറോവയും അവന്റെ ആളുകളും അവരെ പരീക്ഷണത്തിലാക്കുമെന്ന ഭയത്തോടുകൂടെ അല്ലാതെ വിശ്വസിച്ചില്ല. കാരണം ഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി, ഫറോവ ഭൂമിയിൽ ഔന്നിത്യം നടിക്കുന്നവനാണ്. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ, നിശ്ചയം അവൻ അതിക്രമകാരികളിൽപ്പെട്ടവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫഅലൈഹി തവക്കലു, അവന്റെ മേലിൽ മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കൂ. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ അവനെ അനുസരിക്കുന്നവരാണെങ്കിൽ. ഫഖാലു, അപ്പോൾ ആ വിശ്വാസികൾ പറഞ്ഞു, അലല്ലാഹി തവക്കൽന, അല്ലാഹുവിന്റെ മേലിൽ മാത്രം ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽന, ഞങ്ങളെ നീ ആക്കരുത്, ഫിത്നത്തൻ, ഒരു പരീക്ഷണമാക്കരുത്, ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തിന്. വനജ്ജിനാ ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുഖേന ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം, മിനൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ജനതയിൽ നിന്ന് എന്ന് അവർ പ്രാർത്ഥിച്ചു. വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി, മൂസാ നബി അലൈഹിസ്സലാമിനും തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനും നാം ദിവ്യബോധനം നൽകി. അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ രണ്ടുപേരുടെയും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കണം എന്ന് നിർദ്ദേശം നൽകി. അതേപോലെ തന്നെ വജഅലൂ ബുയൂതക്കും ഖിബ്ല, നിങ്ങളുടെ ആ വീടുകളെ നിങ്ങൾ ഖിബ്ലയാക്കുകയും ചെയ്യുക എന്നഥവാ നിസ്കാരത്തിനുള്ള ദിശയാക്കുകയും ചെയ്യുക എന്ന് നാം അവർക്ക് വഹി നൽകി. വഅഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും വേണം.
എന്ന് അല്ലാഹു തആല അവർക്ക് വഹി നൽകി. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. വഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ, നിശ്ചയം ഫറോവക്കും അതേപോലെ അവന്റെ സമൂഹത്തിനും പ്രമാണിമാർക്കും നീ ഐഹിക ജീവിതത്തിൽ അലങ്കാരവും അതേപോലെ സമ്പത്തുകളും നൽകിയിരിക്കുന്നു. ഫറോവക്കും അവന്റെ ആളുകൾക്കും നീ ഐഹിക ജീവിതത്തിൽ അലങ്കാരവും സന്തോഷവും സമ്പത്തും നൽകിയിരിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ലിയുളില്ലു അൻ സബീലിക്ക്, നിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തെറ്റിക്കാനാണ് അവരത് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് റബ്ബന തുമിസ് അലാ അംവാലിഹിം, പടച്ചവനെ അവരുടെ സമ്പത്തിന്റെ മേൽ സമ്പത്തുക്കൾ നീ തുടച്ചു നീക്കണമേ. വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകുകയും ചെയ്യണമേ. ഫലാ യുഅ്മിനു, അപ്പോൾ അവർ വിശ്വസിക്കുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ എന്ന് മൂസ നബി അലൈഹിസ്സലാം ഫറോവക്കും അവന്റെ ആളുകൾക്കുമെതിരെ പ്രാർത്ഥിച്ചു. ഖാല, അല്ലാഹു പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഫസ്തഖീമാ, നിങ്ങൾ രണ്ടുപേരും ചൊവ്വായി നിലകൊള്ളുക. വലാ തത്തബിഅന്നി, നിങ്ങൾ രണ്ടുപേരും പിന്തുടരരുത്. സബീലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ജനതയുടെ വഴി പിന്തുടരരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനും ഹാറൂൻ നബി അലൈഹിസ്സലാമിനും നിർദ്ദേശം നൽകി. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ രേഖപ്പെടുത്തിയല്ലോ, ഫറോവ മൂസ നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ഇതിന് പകരം ഞങ്ങളുടെ ഭാഗത്തുനിന്നും അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് നിങ്ങളെ പരാജയപ്പെടുത്താമെന്ന് പറയുകയും അങ്ങനെ സാഹചര്യങ്ങൾ വരികയും ആ സാഹചര്യങ്ങൾ അവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ നിലത്തിട്ടത് പാമ്പാക്കി മാറ്റുകയും, എന്നാൽ മൂസ നബി അലൈഹിസ്സലാം ഇത് മാരണമാണെന്നും ഇത് വിജയിക്കില്ലെന്നും വ്യക്തമാക്കുകയും സത്യം സത്യമായി പുലരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഖുർആൻ ആ സംഭവം പലയിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. അവസാനം ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ സെഹർ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആഭിചാര പ്രവർത്തകന്മാര്, മാരണവിദ്യ പഠിച്ചിട്ടുള്ളവർ, അവര് തന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വന്നവർ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങുന്നത് നേരിട്ട് കണ്ടിട്ടും, പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്തുള്ള ശരിയും സത്യവും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും അത് വിശ്വസിക്കാനും മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തുടരാനും കൂടുതൽ മെമ്പർമാരുണ്ടായില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഫമാ ആമനലി മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചില്ല ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി, തന്റെ ജനതയിൽ നിന്നുള്ള കുറഞ്ഞ ആളുകളല്ലാതെ. ഫറോവയുടെ കുറഞ്ഞ ആളുകൾ, ഫറോവയുടെയും അവനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കുറഞ്ഞ ആളുകൾ മാത്രമാണ് മൂസ നബിയെ കൊണ്ട് വിശ്വസിച്ചത്. അത് തന്നെയും അലാ ഖൗഫിൻ മിൻ ഫിർഔന മലഇഹിം, ഫറോവയുടെയും അവന്റെ സൈന്യത്തിൽ നിന്നുമുള്ള ഭയത്തിനോടുകൂടെയാണ് അവർ വിശ്വസിച്ചത്. അയ്യഫ്തിനഹും, ആ ഫറോവയും അവന്റെ ആളുകളും അവരെ കുഴപ്പത്തിലാക്കുമെന്ന ഭയം, അതായത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്ന ഒരു വല്ലാത്ത ഭയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിശ്വസിച്ച കുറഞ്ഞ ആളുകൾ തന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇവിടെ അവരുടെ മിൻ ഖൗമിഹി എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ ജനതയിൽ നിന്ന് എന്നൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും ഫറോവയുടെ സമൂഹത്തിൽ നിന്നുള്ള വളരെ കുറഞ്ഞ ആളുകളല്ലാതെ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. കാരണം എന്താ വെച്ചാൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളായിട്ടുള്ള ഇസ്രയേലികൾ അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നും ഫറോവയുടെയും അവന്റെ ആളുകളുടെയും അടിമപ്പണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ വിമോചനത്തിന്റെ വക്താവായിട്ടാണ് മൂസ നബി അലൈഹി ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത് എന്നുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ വ്യക്തമായ തെളിവുകൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന് മുന്നിൽ ഹാജരാക്കിയിട്ടും ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെയാണ്: യുഖ്ബിറു തആല അന്നഹു ലം യുഅ്മിൻ ബിമൂസ അലൈഹി ഇസ്ലാം അമാ ജാഅ ബിഹി മിനൽ ആയാത്തിൽ ബയ്യിനാത്തി വൽ ഹുജജിൽ ഖാത്തിആത്തി വൽ ബറാഹിനി സാത്തിആത്ത്, വളരെ വ്യക്തമായ തെളിവുകളും ഒരു സംശയവുമില്ലാത്ത രേഖകളും
വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും മൂസ നബി അലൈഹി ഇസ്ലാം ഹാജരാക്കിയിട്ടും മൂസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല. ഇല്ലാ ഖലീലും മിൻ ഖൗമി ഫിർഔന, ഫറോവയുടെ സമൂഹത്തിൽ നിന്നുള്ള വളരെ കുറഞ്ഞ ആളുകളല്ലാതെ. കുറഞ്ഞ ആളുകൾ ദുരിയത്ത് എന്ന് പ്രയോഗിച്ചത് മുഹമ്മദ് ഷബാബ്, അവരുള്ള കുറച്ച് യുവാക്കളല്ലാതെ മറ്റാരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല. എന്നാൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെയും അവർ വരുന്നത് അലാ വജലിൻ വ ഖൗഫിൻ മിൻഹു വ മിൻ മലഇഹി, ഫറോവയും അവന്റെ സൈന്യവും അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന ഭയത്തോടുകൂടെയാണ് കടന്നു വരുന്നത്. എന്താണ് അവര് പിന്നെ പരീക്ഷണ ഫിത്നയിലാക്കുമെന്ന് പറയുന്നത്? അയ്യറുദ്ദൂഹും ഇലാ മാ കാനൂ അലൈഹി മിനൽ കുഫ്രി, അവര് നേരത്തെ ഉണ്ടായിരുന്ന അവിശ്വാസത്തിലേക്ക് തങ്ങളെ മടക്കിക്കളയുമോ? അതാണ് ഫിത്നയാക്കുക എന്ന് പറഞ്ഞത്, പരീക്ഷണത്തിലാക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ പരീക്ഷണത്തിലാക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കഠിനമായി ശിക്ഷിച്ച് ഞങ്ങളെ ഈ വിശ്വാസത്തിന്റെ ശരിയായ നിലപാടിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ ഗതികേടുകൊണ്ട് അവന്റെ കൂടെ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്ന ഭയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് ആ ജനങ്ങൾ വന്നത്. എന്താ കാരണം? ലഅന്ന ഫിർഔന കാന ജബ്ബാറൻ അനീദൻ മുസ്രിഫൻ ഫിത്തമർറുദി വൽഉതുവി. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഫറോവ വളരെ ഏകാധിപതിയും അങ്ങേയറ്റം അതിക്രമങ്ങളിൽ അതിരുകവിഞ്ഞവനും അങ്ങേയറ്റത്തെ അഹങ്കാരത്തിന്റെയും അതിക്രമത്തിന്റെയും ആൾ രൂപവുമായിരുന്നു. അയാൾക്കാണെങ്കിലോ വലിയ അധികാരവും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നു. തന്റെ ഭരണീയരെ മുഴുവനും ഭയപ്പെടുത്തി കൂടെ നിർത്തുന്ന അതിശക്തമായിട്ടുള്ള ക്രൂരത നിലനിർത്തി പോകുന്നവനായിരുന്നു അവൻ. അതാണ് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞത്, വഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി, ഫറോവ നിശ്ചയം ഭൂമിയിൽ ഔന്നിത്യം നടിക്കുന്നവനാണ്, ഞാനാണ് കേമൻ എന്ന് വാദിക്കുന്നവനാണ്. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ, അവൻ പരിധി വിട്ടവരിൽപ്പെട്ടവനുമാണ്. അതായത് ഏതുവിധമാണ് കഷ്ടപ്പെടുത്തുക എന്നോ ഏതുവിധമാണ് ബുദ്ധിമുട്ടിക്കുക എന്നോ ഏതൊക്കെ ക്രൂരത കൊണ്ടാണ് തന്നെ എതിരാളികളെ നേരിടുക എന്നോ പറയാൻ പറ്റാത്ത വിധം അതിഗുരുതരമായ വിധത്തിൽ തിന്മകളുടെ ആൾരൂപമായിരുന്നു ഫറോവ. അതുകൊണ്ട് ഫറോവയുടെ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ പേരിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന അതിശക്തമായിട്ടുള്ള ഭയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വന്നത് എന്നർത്ഥം. അതാണ് ഫമാ ആമന ലി മൂസ, അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചില്ല ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി, ഫറോവയുടെ സമൂഹത്തിൽ നിന്നുള്ള കുറഞ്ഞ ആളുകളല്ലാതെ. അലാ ഖൗഫിൻ മിൻ ഫിർഔന മലഇഹിം, ഫറോവയിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നുമുള്ള ഭയത്തോടുകൂടെ അയ്യഫ്തിരഹും, ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ അവർ കുഴപ്പത്തിലാക്കുമെന്ന ഭയത്തോടുകൂടെ ആണ് അവർ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെ അവർ ഭയപ്പെടാൻ കാരണം വഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി, നിശ്ചയം ഫറോവ ഭൂമിയിൽ ഔന്നിത്യം നടിക്കുന്നവനായിരുന്നു. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ, അവൻ അതിക്രമകാരികളിൽപ്പെട്ടവനുമായിരുന്നു. വക്കാല മൂസ, അപ്പൊ ഈ ജനങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നവരുടേതായിട്ടുള്ള ഈ ഭയവും അതേപോലെ ബേജാറും കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം ആ വിശ്വാസികളെ, തന്റെ അനുയായികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, വക്കാല മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇൻ കുന്തും ആമന്തും ബില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഫഅലൈഹി തവക്കലു, അവന്റെ മേലിൽ മാത്രം നിങ്ങൾ ബരമേൽപ്പിക്കൂ. ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഫറോവയെ പേടിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അവന്റെ ധിക്കാരികളായ ആജ്ഞാനുവർത്തികളെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഫഇന്നല്ലാഹ കാഫിൻ, അല്ലാഹു തആല മതിയായവനാണ് മൻ തവക്കല അലൈഹി, അവന്റെ മേൽ വരവേൽപ്പിച്ചവർക്ക്. ഖുർആൻ തന്നെ അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ സൂറത്തു സുമറിന്റെ 36-ാമത്തെ ആയത്തിൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു എന്ന് സൂറത്തു തലാഖിന്റെ 3-ാമത്തെ സൂക്തത്തിൽ കാണാം. അപ്പൊ നമ്മൾ അല്ലാഹുവിൽ വരവേൽപ്പിച്ചാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായത് അല്ലാഹു തആല ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം തന്റെ കൂടെയുള്ള വിശ്വാസികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ തന്നെ അവർ അതിനോട് പ്രതികരിച്ചത്, ഫഖാലു, ആ വിശ്വാസികൾ പറഞ്ഞു, അലല്ലാഹി തവക്കൽന, അല്ലാഹുവിന്റെ മേലിൽ ഞങ്ങൾ വരമേൽപ്പിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങൾ അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ ഫിത്നത്തൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക് ഞങ്ങളെ നീ ഒരു പരീക്ഷണമാക്കരുത്. ചാൽ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരിൽ വിജയം അവർക്ക് നൽകിക്കൊണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട്,
പടച്ചോനെ ഞങ്ങൾ കാരണത്താൽ അവർക്ക് അവരുടേതാണ് ശരിയെന്നൊരു തോന്നലുണ്ടാവാൻ നീ വേദിയൊരുക്കരുത്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഫറോവയും അവന്റെ ആളുകളും ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇനിയും അവർക്ക് സൗകര്യം ഉണ്ടായാൽ ആ ആളുകളുടെ മനസ്സിൽ എന്തുവരും? ലൗകാനു അലാ ഹഖ്ഖിൻ മാ ഉദ്ദിബു. ഫറോവക്കും അവന്റെ ആളുകൾക്കും ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കാൻ അവസരം ഉണ്ടായാൽ ഫിർഔനും അവന്റെ ആളുകളും മനസ്സിലാക്കും. എന്ന് മനസ്സിലാക്കും? ലൗകാനു അലാ ഹഖ്ഖിൻ മാ ഉദ്ദിബു. മൂസ നബിയെ കൊണ്ട് വിശ്വസിച്ചവർ സത്യത്തിലായിരുന്നുവെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല. അതേപോലെ വലാ സല്ലത്നാ അലൈഹിം, ഞങ്ങൾക്ക് അവരുടെ മേലിൽ ആധിപത്യം ലഭിക്കുകയും ചെയ്യുമായിരുന്നില്ല എന്നവർക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ ഫയഫ്തതിനു ബിനാ, ഞങ്ങൾ കാരണത്താൽ അവരവരുടെ വിശ്വാസത്തിൽ, തെറ്റായ വിശ്വാസത്തിൽ ഉറച്ചു പോകാനത് കാരണമാകും. അതാണ് ഞങ്ങളെ അക്രമികളായ ആളുകൾക്ക് നീ പരീക്ഷണമാക്കരുത് എന്നവർ പ്രാർത്ഥിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മഹാന്മാരായ ആ വിശ്വാസികൾ പറഞ്ഞു, നജ്ജിനാബി റഹ്മത്തിക, പടച്ചോനെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം, മിനൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ സമൂഹത്തിൽ നിന്ന്, അതായത് അവരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ തരണം എന്ന് ബഹുമാനപ്പെട്ട വിശ്വാസികൾ പ്രാർത്ഥിച്ചു. ഇവിടെ മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ഖിബ്തികളിൽ നിന്ന് അഥവാ ഫറോവയുടെ ആളുകളിൽ നിന്ന് വിശ്വസിച്ചത് വളരെ വിരലിലെണ്ണാവുന്ന ആളുകളാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ വിശ്വാസികൾ എന്ന് പറഞ്ഞ ഒന്ന് ഫറോവയുടെ ഭാര്യ തന്നെയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഫറോവയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വിശ്വാസം പരസ്യമാക്കാത്ത ഒരാൾ, മുഅ്മിനു ആലി ഫിർഔൻ എന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാൾ, അതേപോലെ തന്നെ ഫറോവയുടെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും, ഇത്രയും ആളുകളാണ് വിശ്വാസത്തിലേക്ക് പരസ്യമായി വന്നിരുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു കസീറും ഇമാം തബരിയും ഒക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വൗഹൈനാ ഇലാ മൂസ വഅഖീഹി, മൂസാ നബി അലൈഹിസ്സലാമിനും തന്റെ സഹോദരനും അഥവാ ഹാറൂൻ നബി അലൈഹിസ്സലാമിനും നാം വഹയി നൽകി, ദിവ്യബോധനം നൽകി. അൻതബവ്വാലി ഖൗമികുമാ, നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കണം, മിസ്ര, ഈജിപ്തിൽ ബുയൂത്തൻ, വീടുകൾ തയ്യാറാക്കണം. വജഅലൂ ബുയൂത്തക്കും ഖിബല, എന്നിട്ട് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖിബലയാക്കുകയും വേണം. അഥവാ പരസ്യമായി നിസ്കരിക്കാൻ നിന്നാൽ, ഇബാദത്തുകൾ ചെയ്യാൻ നിന്നാൽ ഫറോവയും അവന്റെ ആളുകളും ഉപദ്രവിക്കും എന്ന ഭയം ജനങ്ങൾക്ക് വന്നപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി. പള്ളിയിൽ പോകണമെന്ന് നിർബന്ധിച്ചില്ല. സാഹചര്യങ്ങളുടെ അവസ്ഥകൾക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുമെന്നർത്ഥം. അതാണ് വജഅലൂ ബുയൂത്തക്കും ഖിബല, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖിബലയാക്കുകയും ചെയ്യുക എന്നൊരർത്ഥം അങ്ങനെയാണ്. വീടുകളെ ഖിബലയാക്കുക വെച്ചാൽ വീടുകളിൽ വെച്ച് തന്നെ നിസ്കരിക്കുന്ന നിസ്കാര സ്ഥലമാക്കി മാറ്റി അവിടെ വെച്ച് സ്വകാര്യമായിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ഇനി ഖിബലത്തൻ എന്നതിന് പരസ്പരം അഭിമുഖമായി, വീടുകൾ തമ്മിൽ അഭിമുഖമായി എന്നൊരു വ്യാഖ്യാനം മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഭാഗത്തുനിന്ന് വല്ല എതിർപ്പുകളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പരസ്പരം അത് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ പരസ്പരം സഹായിക്കാൻ പറ്റും വിധത്തിൽ വീടിന്റെ ആ ക്രമീകരണം ആ വിധത്തിലാക്കണമെന്നൊരു അഭിപ്രായത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രബലമായിട്ടുള്ളത് വീടുകൾ ഖിബലയാക്കുക വെച്ചാൽ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. അതാണ് വീടുകൾ ഖിബലയാക്കണം എന്ന് പറഞ്ഞ ഉടനെ വാഖീമുസ്സലാങ്ങൾ, നിസ്കാരം നിലനിർത്തുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബശീറിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. ഫറോവയും അവന്റെ ആളുകളും നോക്കി നിൽക്കെ നിസ്കരിക്കാൻ നിന്നാൽ, അതേപോലെ തന്നെ പള്ളികളിൽ വെച്ച് പരസ്യമായിട്ട് നിസ്കരിച്ചാൽ ഒരുപക്ഷെ അവരുടെ കൂട്ടമായ ആക്രമണത്തിന് വിധേയമാകേണ്ടി വരും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് മൂസ നബിയെ കൊണ്ട് വിശ്വസിച്ചവർ പറഞ്ഞപ്പോ അല്ലാഹു തആല അവർക്ക് നൽകിയ ആനുകൂല്യമാണ്, നിങ്ങളതിന് പള്ളിക്ക് പോകണ്ട, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോളൂ എന്ന്. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നിട്ടും ഇത്തരമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു പറഞ്ഞു. വഖാല മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക ആതൈത ഫിർഔനോ മലഅഹു, ഫറോവക്കും അവന്റെ ആളുകൾക്കും നീ നൽകിയിരിക്കുന്നു സീനത്തൻ, പ്രൗഢി, അതേപോലെ തന്നെ ഭംഗി നൽകിയിരിക്കുന്നു വെച്ചാൽ ഭൗതിക ജീവിതത്തിന്റേതായിട്ടുള്ള എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ നൽകിയിരിക്കുന്നു. ദുനിയാവിന്റെ ഭൗതിക വിഭവങ്ങൾ, അതിൽ നിന്ന് പലതും നിങ്ങൾ അവർക്ക് നൽകിയ അല്ലാഹുവേ.
അതേപോലെ തന്നെ അംവാലൻ സമ്പത്തുക്കളും ധാരാളം നൽകിയിട്ടുണ്ട്. എന്നാൽ നീ അവർക്ക് നൽകിയ സമ്പത്ത്, അതേപോലെ തന്നെ സൗകര്യങ്ങൾ, അതൊക്കെ അവരെന്താ ചെയ്യുന്നത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേലി യുദില്ലു അൻ സബീലിക്ക്, നിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തെറ്റിക്കാനാണ് അവരത് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഭൗതികമായി കിട്ടിയ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ രാജവീതിയിൽ നിന്ന് ആരെയൊക്കെ തടയാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് പടച്ചവനെ, റബ്ബന തുമിസ്സലാം വാലിഹിം, അവരുടെ സമ്പത്ത് നീ തുടച്ചു നീക്കണമേ, അവരുടെ സമ്പത്ത് നീ നശിപ്പിക്കണമേ. അഹ്ലിക്ഹ എന്നർത്ഥം, ആ സമ്പത്ത് നീ നശിപ്പിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. വസ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ നീ കാഠിന്യം ചൊരിയുകയും ചെയ്യണമേ. ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം, അപ്പോൾ അവർ വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ആവശ്യമായ എല്ലാ വഴികളും അവരുടെ മുന്നിൽ വെച്ചു കൊടുത്തിട്ടും ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായി മാറിയപ്പോ അല്ലാഹു തആലയോട് മൂസ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തതാണ്, പടച്ചോനെ, ഇനി അവർക്ക് അവരുടെ ഹൃദയത്തിന്റെ വിശ്വസിക്കാത്ത ആ കാഠിന്യം അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊടുക്കുക, എന്നിട്ട് വേദനാജനകമായ ശിക്ഷ അവർ കാണട്ടെ എന്ന് മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്നർത്ഥം. ഇത് മൂസ നബി അലൈഹി ഇസ്ലാം മാത്രമല്ല, നേരത്തെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും അങ്ങനെയുണ്ട്. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ എന്ന് സൂറത്ത് നൂഹിന്റെ 26-27 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഖാല, പടച്ചോൻ പറഞ്ഞു, ഖദു ജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. രണ്ടുപേരുടെയും പ്രാർത്ഥന എന്താ? മൂസാ നബി അല്ലയോട് പ്രാർത്ഥിച്ചത്, പക്ഷേ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഉത്തരം പറഞ്ഞിരുന്നു, ആമീൻ ചൊല്ലിയിരുന്നു. ആമീൻ ചൊല്ലുന്നതും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽപ്പെട്ടതാണ് എന്നിവിടെ തെളിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടാളെയും ദുആക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഫസ്തഖീമാ, നിങ്ങൾ രണ്ടുപേരും ചൊവ്വായി നിലകൊള്ളുക, എന്റെ കൽപ്പനകൾ സ്വീകരിച്ച് എന്റെ വിധിവിലക്കുകൾ പാലിച്ച് ശരിയാവണ്ണം നിങ്ങൾ മുന്നോട്ട് പോവുക. വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ജനതയുടെ മാർഗം നിങ്ങൾ പിന്തുടരരുത് എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും അല്ലാഹു തആല നിർദ്ദേശിച്ചു. അവരാ കൽപ്പന പാലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആക്ക് ഉത്തരം നൽകി. ഫറോവയുടെയും അവന്റെ ആളുകളുടെയും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, അത് കല്ലായി മാറുന്ന സാഹചര്യമുണ്ടായി എന്നുവരെ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് കാണാം. ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നീട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെയും അവന്റെ ആളുകളെയും ചെങ്കടലിൽ മുക്കി കൊല്ലുന്ന അവസ്ഥയും ഉണ്ടായത് പിന്നീട് വിശദീകരിക്കും. അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.